ഗായ്സ്, കാൽപന്ത് ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോപ്പ അമേരിക്ക സെമി ഫൈനലിന്റെ പ്രഡിക്ഷൻസ് ഒക്കെയാണ്. അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം. ഫർസീൻ, ദത്ത് ആൻഡ് ഷാമിൽ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് അർജന്റീന വേഴ്സസ് കാനഡയാണ്. ഷാമിൽ, അർജന്റീന വേഴ്സസ് കാനഡ ഒരു വൺ സൈഡഡ് മാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അർജന്റീനക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കാണ് അതിൽ കാണുന്നത്. പ്രത്യേകിച്ചിട്ടും കഴിഞ്ഞ വർഷം കോപ്പ അമേരിക്ക നേടി, ഈ വർഷവും നേടാനുള്ളൊരു ഇതായിട്ടാണ് അർജന്റീന വരുന്നത്. പിന്നെ കഴിഞ്ഞ കളികളൊക്കെ ഈ അടുത്ത് കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലൊക്കെ വളരെ മോശമായിരുന്നു അർജന്റീനയുടെ കളി. പക്ഷെ പെനാൽറ്റിയിൽ എമി മാർട്ടിനസ് ഉള്ളതുകൊണ്ട് അവര് രക്ഷപ്പെട്ട് കയറി. പിന്നെ കാനഡയെ നമുക്കങ്ങനെ ഫുള്ളായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ കാനഡ ഒരു അത്ഭുതവും നടത്താൻ പറ്റിയേക്കും. കാരണം അവരുടെ ജഷി മാർഷി അത്യാവശ്യം നല്ലൊരു കോച്ചാണ്. അങ്ങയുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ ഒരു ഗുണം ചെയ്യുന്നതാണ് കരുതുന്നത്, കാനഡയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ആരെയാണ് അതിൽ നിന്ന് വിന്നർ ആവുക? ഓഫ് കോഴ്സ് അർജന്റീന, നോ ഡൗട്ട്. തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും. ഇനി നെക്സ്റ്റ് സെമി ഫൈനൽ ഉറുഗ്വേ വേഴ്സസ് കൊളംബിയ ആണ്. അപ്പോ അതിലാരായിരിക്കും വിജയിക്കുക? വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു ഫിക്സ്ചറാണ് കൊളംബിയയും ഉറുഗ്വേ എന്ന് പറയുന്നത്. ഇപ്പോ കൊളംബിയയുടെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാല് കൊളംബിയ അൺബീറ്റൺ ആയിട്ടാണ് വരുന്നത്. ഉറുഗ്വേ കഴിഞ്ഞ കളി ബ്രസീലിനോട് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പെനാൽറ്റിയിലേക്കൊക്കെ പോയി ജയിച്ചിട്ടാണ് വരുന്നത്. ഈ ഒരു മാച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് കൊളംബിയ ആയിരിക്കും ജയിക്കാൻ ചാൻസ് എന്നാണ് എൻ്റെ ഒരു ഇത് പറയുന്നത്. പിന്നെ രണ്ട് ടീമുകളും അൺപ്രഡിക്റ്റബിൾ ആണ്. രണ്ട് ടീമിനും ഒരു മൊമെന്റം ഉണ്ട്. അതുകൊണ്ട് കൊളംബിയ ആയിരിക്കും ജയിച്ചു തരാൻ കൂടുതൽ ചാൻസ്. ഓക്കെ, അപ്പൊ ഷാമിലിന്റെ ഒരു പ്രഡിക്ഷൻസ് പ്രകാരം അർജന്റീന വേഴ്സസ് കൊളംബിയ ആയിരിക്കും ഫൈനലിൽ. അപ്പോ നെക്സ്റ്റ് ഇനി ഫർസീനിലേക്ക് വരാം. കാനഡയോട് ഒരു തവണ മത്സരിച്ച് ഒരു ടൈറ്റ് ഒരു മത്സരത്തിന് ശേഷം ഒരു ഗോൾ എങ്ങനെയൊക്കെയോ അടിച്ചു കയറ്റി അർജന്റീന ജയിച്ചതാണ്. അപ്പൊ നെക്സ്റ്റ് സെമി ഫൈനൽ ആദ്യത്തെ സെമി ഫൈനൽ അർജന്റീന വേഴ്സസ് കാനഡ. ഫർസീൻ? ഓഫ് കോഴ്സ് ഇത് ഈസിയാണ്, പക്ഷേ പ്രഡിക്ഷൻ ഈസി ആണെങ്കിൽ നമുക്ക് മാച്ച് ഈസി ആയിരിക്കില്ല. അർജന്റീനക്ക് നമുക്ക് നല്ല ടൈറ്റ് മാച്ച് ആയിരിക്കും കാനഡയുടെ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് ഫുട്ബോൾ ഹെറിറ്റേജ്, സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ ഏറ്റവും വിഖ്യാതമായ ടീം അർജന്റീന. പിന്നെ ഇപ്പൊ വേൾഡ് കപ്പ് കളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഫോം അത്ര കണ്ടിട്ടില്ലെങ്കിൽ എതിർ ടീം അത്ര ചാലഞ്ച് ഇല്ലാതെ കൊണ്ട് അർജന്റീന എന്തായാലും ജയിച്ചു കുറേ മാച്ചിൽ. പക്ഷെ അർജന്റീനക്ക് നോട്ട് ചെയ്യേണ്ട കുറെ മൈന്യൂട്ട് മിസ്റ്റേക്സ് ഉണ്ട് ടീമിൽ. എന്ന് വെച്ചാൽ ഹാർട്ട് ഓഫ് ദി മിഡ്ഫീൽഡിൽ വലിയ പ്രോബ്ലം ഉണ്ട് അർജന്റീനക്ക്. കാരണം ഡിപ്പോളും എൻസോ ഫെർണാണ്ടസ് വേൾഡ് കപ്പിൽ പോലെ കളിച്ച പോലെയല്ല ഈ ടൂർണമെന്റ് കളിക്കുന്നത്. വളരെ ശോകമുഖമാണ്. പ്രത്യേകിച്ച് പറഞ്ഞ എൻസോന്റെ കേസ് ആണെങ്കിൽ ഇപ്പോൾ പിന്നെ വർക്ക് റേറ്റ് ഉണ്ടെന്ന് പറയാം. എൻസോ മെക്കാലിസ്റ്റർ റോൾ റിവേഴ്സ് ചെയ്ത പോലെയാണ്. ഇപ്പൊ മെക്കാലിസ്റ്റർ കുറച്ചുകൂടി കളിയിൽ ഒരു ഫേസിൽ ഡീപ്പായി കളിക്കലും. കാരണം ലിവർപൂളിൽ ഫസ്റ്റ് ഫേസിൽ അങ്ങനെയാണ് കളിച്ചത്. ഒരുമാതിരി ഒരു ടെമ്പോ കൺട്രോൾ ചെയ്തിട്ട് നമ്പർ 6 റോൾ കളിച്ചുകൊണ്ട് മെക്കാലിസ്റ്റർ എൻസോ കുറച്ച് ഫ്രീ റോൾ കളിച്ചാണ് കഴിഞ്ഞ മാച്ച്. അങ്ങനെ കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മെക്കാലിസ്റ്റർ ആ റോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ബട്ട് മെക്കാലിസ്റ്റർ ഒഫൻസീവ് മിഡ്ഫീൽഡറാണ്. എൻസോ നമുക്ക് തോന്നുന്നു ടെമ്പോ കൺട്രോൾ ചെയ്യുന്നത് നല്ലത്. കാരണം പുള്ളി എടുക്കുന്ന ചാൻസസ് ഷോട്ട്സ് ആണെങ്കിൽ അട്ടർ ഫ്ലോപ്പ് ആണ്. അതുകൊണ്ട് തന്നെ എൻസോനെ സ്റ്റാർട്ടിങ്ങിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതൊക്കെ നല്ലത്. ഒന്നെങ്കിൽ ഗുയിഡോ റോഡ്രിഗസ് അല്ലെങ്കിൽ ലിയാൻഡ്രോ പാരഡൈസിനെ അർജന്റീന പൊസിഷനിൽ ഇറക്കേണ്ടി വരും. മെക്കാലിസ്റ്റർ ആണ് ഇപ്പൊ ഏറ്റവും ഫേവറേറ്റ്. മെക്കാലിസ്റ്റർ കളിച്ചാൽ എന്തായാലും അർജന്റീന ജയിക്കും. ആ ഒരു ചേഞ്ച് മാത്രം അർജന്റീന വരുത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കളീന്റെ എടുക്കുന്ന ലാസ്റ്റ് ഈ ലിസാൻഡ്രോ മാർട്ടിനസിനെ മാറ്റി ഒട്ടമനിനെ ഇറക്കുന്ന പരിപാടി എനിക്ക് തോന്നുന്നത് അത്ര നല്ലതിനല്ല. കാരണം കളീന്റെ മൊമെന്റും മൊത്തത്തിൽ അത് മാറ്റും. അതുകൊണ്ട് അർജന്റീന ആയിരിക്കും കംഫർട്ടബിൾ. പിന്നെ ലൗട്ടാറോ മാർട്ടിനസ് അത്യാവശ്യം ഫോമിലുള്ളത് കൊണ്ട് തന്നെ അർജന്റീന ജയിച്ചു പോകും. ലൗട്ടാറോ മാർട്ടിനസും മാക്കലിസ്റ്ററും മാത്രമാണ് ആ ഒരു എക്സ്പെക്റ്റഡ് ഫോം കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ഒരു കളിയിൽ കളിക്കുന്നു, അടുത്ത കളിയിൽ കളിക്കുന്നില്ല.
എന്താ ഫോം ഒന്നും നിലനിർത്താതെയാണ് പോകുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സെമി ഫൈനൽ നോക്കുകയാണെങ്കിൽ ഉറുഗ്വേ വേഴ്സസ് കൊളംബിയ, മേ ബി ദ ടഫസ്റ്റ് വൺ ടു ഡിസൈഡ്. ആരായിരിക്കും ഫർസീൻ? ഷാമിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ യൂറോ കോപ്പ അമേരിക്ക മൊത്തം പ്രഡിക്ഷനിൽ തന്നെ ജർമ്മനി സ്പെയിൻ വന്ന പോലെ തന്നെയാണ് ഉറുഗ്വേ കൊളംബിയ എൻഡ് ടു എൻഡ് മാച്ച് ആയിരിക്കും. ബട്ട് ഈ ടൂർണമെന്റ് മൊത്തം കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ച ഒരേ ഒരു ടീം കൊളംബിയ മാത്രമാണ്. ഉറുഗ്വേ ആണെങ്കിൽ USA എതിരെ ആണെങ്കിൽ ബ്രസീലിനെതിരെ ആണെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്ത ടീമാണ്. അതുകൊണ്ട് കൊളംബിയക്കാണ് സ്റ്റിൽ ചെറിയൊരു അപ്പർ ഹാൻഡ് ഉള്ളത്. ടൂർണമെന്റ് കുറച്ചും കൂടി മൊമെന്റത്തിൽ കളിക്കുന്ന കൊളംബിയ തന്നെയാണ്. മൊത്തത്തിൽ ബാലൻസ് ഡിഫൻഡും മിഡ്ഫീൽഡ് ആണെങ്കിൽ പറയണ്ട. ഇപ്പൊ ഈ ടൂർണമെന്റിലെ റൈസിന്റെ റിച്ചാർഡ് റിയോസ് പുള്ളിയുടെ ബോക്സ് ടു ബോക്സ് മികവിലാണ്, പുള്ളിയുടെ റോഡ്രിഗേസിന്റെ കോമ്പിനേഷനിലാണ് മിഡ്ഫീൽഡ് മൊത്തത്തിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോ മിഡ്ഫീൽഡ് ആണെങ്കിലും ഇപ്പൊ ഒഫൻസിൽ ഓഫ് കോഴ്സ് ലൂയിസ് ഡിയാസ് വളരെ മികച്ച ഫോമിലാണ്. പുള്ളിക്കുള്ള ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിവർപൂൾ കണ്ട പ്രശ്നം തന്നെയാണ്, സ്കോറിംഗ് ഫിനിഷിംഗ് ചാൻസസ് ഇഷ്ടം പോലെ പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ജെയിംസ് റോഡ്രിഗസ്. അപ്പോ നമുക്ക് തോന്നുന്നു കളി ചെറിയ അപ്പർ ഹാൻഡ് കൊളംബിയക്ക്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറെ ആബ്സെന്റീസ് ഉണ്ടാവുമായിരിക്കും ഉറുഗ്വേക്ക്. മെയിൻ റൈറ്റ് ബാക്ക് നാൻഡസും പിന്നെ സെന്റർ ബാക്ക് അരാവുമില്ല, സ്റ്റാർ ഡിഫൻഡർ അരാവുമില്ല. ബട്ട് ഹിമിനസ് ഉണ്ടായപ്പോൾ പക്ഷെ ആ മൊമെന്റം ബ്രേക്ക് ചെയ്യും, കാരണം പകുതിന്ന് ഒരു പ്ലെയർ വരുന്നതല്ല. സെന്റർ ബാക്ക് ടോപ്പ് ക്ലാസ് സെന്റർ ബാക്ക് ആണെങ്കിൽ ഹിമിനസ്, ബട്ട് അരാവോന്റെ ആ മൊമെന്റം കട്ട് ചെയ്യുന്ന ടീമിന്റെ കെമിസ്ട്രി മൊത്തത്തിൽ അത് ബാധിക്കും എന്തായാലും. അപ്പോ എനിക്ക് തോന്നുന്നു ഈ കളിയിൽ കുറച്ച് അപ്പർ ഹാൻഡ് കൊളംബിയക്ക് തന്നെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൊളംബിയ ആയിരിക്കും ജയിക്കാൻ ചാൻസ് ഈ കളി. ഓക്കെ, ഇപ്പൊ കൊളംബിയ ജയിച്ചിട്ട് എന്താ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ എന്താ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പ്രോബബ്ലി ഹെയ്മസ് റോഡ്രിഗസ് ആയി. തീർച്ചയായും. ഇപ്പൊ ഓക്കെ, അപ്പൊ സെമി ഫൈനൽ പുറത്തായാൽ തന്നെ ഡിസേർവിംഗ് ആണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. അപ്പൊ ഫർസീന്റെ പ്രഡിക്ഷൻ പ്രകാരം അർജന്റീന വേഴ്സസ് കൊളംബിയ അഗെയിൻ ഷാമിലിനെ പോലെ തന്നെ അർജന്റീന വേഴ്സസ് കൊളംബിയ ആയിരിക്കാനാണ് ചാൻസ് അല്ലെ? അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മള് ഡെത്തിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് മാച്ച് അർജന്റീന വേഴ്സസ് കാനഡ. അത് ഒരു കംപ്ലീറ്റ്ലി വൺ സൈഡഡ് മാച്ച് അല്ലെങ്കിലും അർജന്റീന അറിയാലോ, അർജന്റീനയാണ് ലൈക്ക് ഈസി ആവൂല. ഫസ്റ്റ് ഹാഫ് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചിൽ കാനഡയ്ക്ക് കുറച്ചുകൂടെ ലൈക്ക് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അവര്. പിന്നെ ജെസെ മാർഷിന്റെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ അവര് മാക്സിമം ട്രൈ ചെയ്യും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ദ ബെസ്റ്റ് ടീം മീൻസ് അത് അർജന്റീന ആണല്ലോ, നമുക്കറിയാലോ. പക്ഷെ കാനഡ ആയിട്ടുള്ള ആദ്യ മത്സരത്തിൽ അർജന്റീന ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയിരുന്നു. കാനഡയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രോബ്ലംസ്, പോസ്റ്റ് തട്ടി പോവുക അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ കാനഡയ്ക്ക് ഇനിയും ഒരു ചാൻസ് ഒന്നുകൂടെ കൊടുത്തതല്ലേ ഇനി ജയിക്കാനുള്ള സാധ്യതയില്ലേ? പറയാൻ പറ്റില്ല, ഫുട്ബോൾ ആണല്ലോ. ഈ അർജന്റീനക്ക് ലാസ്റ്റ് 2 കളി നോക്കുകയാണെങ്കിൽ കൺവേർഷൻ വളരെ ശോകമായ പോലെ. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എൻസോന്റെ ലൈക്ക് അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ വളരെ വളരെ ശോകമാണ്. ആളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒന്നല്ല. മാത്രല്ല അർജന്റീന ഒരു ബിൽഡപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരുപാട് മിസ് പാസുകളും ലീവ് ചെയ്യുന്നതൊക്കെ എൻസോയിൽ കാണാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും. എൻസോ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് അല്ല നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അവനെ ഡ്രോപ്പ് ചെയ്താൽ അർജന്റീനയ്ക്ക് ഏറ്റവും നല്ല ചാൻസസ് ആണ് ഇനി വരാൻ പോകുന്ന ടൂർണമെന്റിൽ. പിന്നെ സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന മെസ്സി ഫോം ഔട്ട് ആയതാണ് ഏറ്റവും വലിയ പ്രശ്നം. അറിയാലോ, ആളിപ്പോഴും ഇഞ്ചോടെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് മാച്ച് എന്താവും അറിയില്ല, പക്ഷെ സ്റ്റിൽ ഇഫ് മെസ്സി സ്റ്റെപ്സ് അപ്പ് കളി മാറും, അല്ലെങ്കിൽ തട്ടിമുട്ടി ജയിക്കും. ഓക്കെ, അപ്പൊ അർജന്റീന ആ സൈഡ് ഫൈനലിലേക്ക് എത്തും. ഇനി നെക്സ്റ്റ് ഉറുഗ്വേ വേഴ്സസ് കൊളംബിയ. അതൊരു എനിക്ക് തോന്നുന്നു ഇതിലെ തന്നെ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയ ഒരു മത്സരമായിരിക്കും. അപ്പോ സോ യുറുഗ്വേയും കൊളംബിയ എന്ന് പറയുകയാണെങ്കിൽ യുറുഗ്വേക്ക് കുറച്ച് ടഫ് ടീംസ് വന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ അവർ ആ ഒരു പെർഫോമൻസ് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ടഫ് ടീംസ് ഒന്നും പറയാനല്ല, ഒരു ഇപ്പോഴത്തെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ യുറുഗ്വേക്ക് ബ്രസീലിനോട് ഇതിലും ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. ആൻഡ് ഞാൻ
എന്റെ ഒരു ബയസും കൂടിയാണ്. ലൈക്ക് എനിക്ക് അമേഷ് റോഡ്രിഗസ് ഫൈനലിലെത്തി കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തില് കൊളംബിയ എന്ന് പറയും. കാരണം ആള് ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു റിഡംഷൻ, അത് അധികം മീഡിയ കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും. അത്രയും നല്ല പെർഫോമൻസ് ആണ് ഈ ത്രൂ ഔട്ട് ഇപ്പൊ വരുന്നത് അമേഷ് റോഡ്രിഗസിന്റെ കയ്യിൽ നിന്ന്. ട്രൂലി ലൈക്ക് ഒരു മാസ്റ്റർ പീസ് ആണ് ആള്. ഹേമസ് റോഡ്രിഗസിന് എന്തായാലും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, അതായത് കോപ്പയിലെ 2024 പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആവാനുള്ള എല്ലാ ചാൻസും. അപ്പോ ആ സൈഡ് കൊളംബിയ എന്നാണോ ഡെത്ത് പറയുന്നത്? ഈ മാച്ച് കൊളംബിയ ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോ എന്താ മറ്റു രണ്ടുപേരുടെയും ഫർസീനും ഷാമിലും ഒക്കെ പ്രഡിക്ട് ചെയ്തതുപോലെ ഒരു അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരമായിരിക്കും, പക്ക കോപ്പ അമേരിക്ക മത്സരമായിരിക്കും കാണാൻ പോകുന്നത് ഫൈനൽ അല്ലെ? അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ എന്റെ പ്രഡിക്ഷൻ ആണ്. അർജന്റീനക്ക് അത് അത്ര ഒരു ഈസി മത്സരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാനഡക്ക് ചാൻസസ് ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ അർജന്റീന ഡിഫൻസ് ഒക്കെ ഈസിയായി ബ്രേക്ക് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു ആദ്യ മാച്ച്. എങ്കിലും കൂടി അർജന്റീന തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് അല്ലെ ഫർസി? അപ്പോ ആ സൈഡ് അർജന്റീന ഫൈനലിലേക്ക് എത്തും. നെക്സ്റ്റ് ആണ് എനിക്കൊരു എന്താ നിങ്ങൾ പറഞ്ഞൊരു യോജിപ്പില്ലാത്തൊരു അഭിപ്രായം വരുന്നത്. കാരണം ഓക്കെ, കൊളംബിയ നല്ല ഫോമിലാണ്, എന്താ ലൂയിസ് ഡയാസ് ഉണ്ട്, ഹേമസ് റോഡ്രിഗസ് ഒക്കെ ഉണ്ട്. സ്റ്റിൽ ഉറുഗെ റൈറ്റ്? ഉറുഗെ ജയിക്കാനാണ് എനിക്ക് സാധ്യത കാണുന്നത്. ഇപ്പോ എന്താ പറഞ്ഞതുപോലെ അരോഹോ ഇല്ല, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. സ്റ്റിൽ ഉറുഗെ ആയിരിക്കും ആ സൈഡ് എത്തുക. അപ്പോ അർജന്റീന വേഴ്സസ് ഉറുഗെ ഫൈനൽ മത്സരം ഒരു അടിപൊളിയായ മത്സരമായിരിക്കും. അത് നടക്കാനാണ് ചാൻസ് കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. അപ്പോ എന്താ നല്ലൊരു കോപ്പ അമേരിക്ക റണ്ണ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, ആരും പ്രതീക്ഷിക്കാതെ വന്ന ഒരുപാട് നല്ല മൂമെന്റ്സ് കാഴ്ചവെച്ച കാനഡ, പിന്നെ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ ആ ഒരു പെർഫോമൻസ് നിലനിർത്തി കൊണ്ടുപോകുന്ന ഉറുഗെ, ഹേമസ് റോഡ്രിഗസിന്റെ തിരിച്ചുവരവ്, ലൂയിസ് ഡയാസിന്റെ അതിഗംഭീരമായ ഒരു സൗത്ത് അമേരിക്കൻ സ്റ്റൈൽ ഫുട്ബോളിന്റെ അതൊക്കെ കാണാൻ നമുക്ക് സാധിക്കട്ടെ ഇനിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫർസീൻ, ഡെത്ത് ആൻഡ് ഷാമിൽ.